തീർച്ചയായും ഇപ്പോൾ രക്ഷാപ്രവർത്തനം തന്നെയാണ് ഒരു ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. കാരണം ഈ ബസ്സിനുള്ളിലുള്ളവരെ പൂർണ്ണമായും പുറത്തേക്ക് ഇറക്കാനായിട്ടുണ്ടോ എന്നതൊക്കെയുള്ള സംശയങ്ങൾ ബാക്കിയാകുന്നു. ക്രെയിൻ ഉപയോഗിച്ചിപ്പോൾ ബസ് ഉയർത്തുകയാണ്. ബസ്സിനടിയിൽ പെട്ട് കിടക്കുകയാണ് ബൈക്ക് എന്നുള്ളതാണ്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി സംഭവ സ്ഥലത്ത് നിന്ന് അർച്ചന കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. അർച്ചന, എന്തൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്? എന്താണ് സംഭവം? ഈ രക്ഷാപ്രവർത്തനം പൂർത്തിയായോ? ക്രെയിൻ ഉപയോഗിച്ച് ബസ് ഉയർത്തുകയാണോ? ഈ ബൈക്ക് യാത്രികൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ത്? ബസ്സിനുള്ളിൽ നിന്ന് എടുക്കുന്ന ഘട്ടത്തിൽ, അടിയിൽ നിന്ന് എടുക്കുന്ന ഘട്ടത്തിലുള്ള ബൈക്ക് യാത്രികൻ്റെ അവസ്ഥ എന്ത്? ഇതടക്കമുള്ള വിവരങ്ങൾ കൂടി ഒന്ന് നൽകിയാൽ സംഭവ സ്ഥലത്ത് നിന്ന്. അജിംഷാ, നിലവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഈ അപകടത്തിൽപ്പെട്ടവരെല്ലാം തന്നെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും പലരും ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ബസ്സിലുള്ള യാത്രക്കാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവർ തന്നെ വ്യക്തമാക്കും എന്താണ് സംഭവിച്ചിരുന്നത്. ചേട്ടാ, എന്താണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമായത്? പെട്ടെന്ന് ഒരു സൈഡിലോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് മാറുകയായിരുന്നു. വണ്ടി ചരിയുമായിരുന്നു. അതിനകത്തിരുന്ന് ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല. ഞങ്ങളവിടെ ബെർത്തിലായിരുന്നു. ഞങ്ങൾ രണ്ടും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരമായിരുന്നു ഒരു സൈഡിലോട്ട് മറിഞ്ഞത്. ബാക്ക് കൊണ്ടൊന്ന് പൊങ്ങി ഒരു സൈഡിലോട്ട് അങ്ങ് മറിയുമായിരുന്നു. നിങ്ങൾ ഈ മറിഞ്ഞ ഭാഗത്തിരുന്നവരാണോ? മറിഞ്ഞ ഭാഗത്തിരുന്നത്. കമ്പിയിൽ ലോക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. നിരവധി പേരുണ്ടായിരുന്നു ഈ ബസ്സിൽ? ബസ്സിൽ ഓൾമോസ്റ്റ് എല്ലാം ഫില്ലായിരുന്നു. ഒരു 2 സീറ്റോ 3 സീറ്റോ അങ്ങാണ്ട് ഒഴിച്ച് ബാക്കിയെല്ലാം ഫില്ലായിരുന്നു. ഇവരെല്ലാവരും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്? ആശുപത്രിയിലോട്ട് പരിക്കേറ്റവരെ എല്ലാ ആശുപത്രിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. പരിക്കേക്കാതെ രക്ഷപ്പെടുക. എവിടെ നിന്നാണ് ബസ് കയറിയത്? ബാംഗ്ലൂരിൽ നിന്ന്. ബാംഗ്ലൂരിൽ നിന്ന് എടുത്ത വണ്ടിയാണ്? ബാംഗ്ലൂരിൽ നിന്ന് എടുത്ത വാഹനമാണ്? ബാംഗ്ലൂർ. ഇന്നലെ 7 മണിക്ക് എടുത്ത വാഹനമാണ്. ഇപ്പോൾ ഈ മഴ കാരണവും സിഗ്നലും ആണോ ഈ ഒരു അപകടത്തിന് നിങ്ങളൊരു പ്രാഥമിക നിഗമനം? മഴ. എന്തായാലും നിരവധി പേർ ബസ്സിലുണ്ടായിരുന്നവരാണ് ഇവരെല്ലാം തന്നെ. ഇവർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസത്തിലാണ്. എന്തായാലും നിരവധി പേർക്ക് ഈ ബസ്സിലുണ്ടായിരുന്ന നിരവധി പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ അപകടത്തിൽ പരിക്കേറ്റ ബൈക്കുകാരനെയും ആശുപത്രിയിൽ മാറ്റിയിട്ടുണ്ട്. അയാൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇത്തരത്തിൽ ഈ സിഗ്നൽ മുറിച്ചു കടക്കുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടായതെന്നാണ് ഈ നാട്ടുകാരെല്ലാം വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ ഇവിടെ പ്രദേശത്തുണ്ടായിരുന്നവരെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ചേട്ടാ, ഈ അപകടം നടക്കുന്ന സമയം ഇവിടെ ഉണ്ടായിരുന്നോ? ഒരുപാട് യാത്രക്കാർ എന്തായാലും ഇവിടെ ഉണ്ട്. ചേട്ടാ, തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതാണല്ലേ? അതെ അതെ. ഇപ്പം പുറത്തിറങ്ങിയപ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ബൈക്കിലിൻ്റെ മുകളിലോട്ടാണ് വീണേ. അത് പെട്രോളിൻ്റെ സ്മെല്ല് ഞങ്ങൾ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പം അകത്ത് ഡോറെല്ലാം ക്ലോസ് ആയിരുന്നുകൊണ്ട് പുറത്തോട്ടിറങ്ങാൻ ഒരു മാർഗ്ഗം ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ ഗ്ലാസ്സൊക്കെ പൊട്ടിക്കാൻ നോക്കി, രക്ഷയുണ്ടായില്ല. പിന്നെ ഇത് ഓപ്പൺ ആക്കിയപ്പോഴാണ്, ഈ മോൾ സൈഡ് ഓപ്പൺ ആക്കി പുറത്തിറങ്ങിയപ്പോഴാണ് ഈ ബൈക്ക് ഇരുന്ന സ്ഥലത്ത് തന്നെ ഞങ്ങളിരുന്നത്. ബൈക്കിൻ്റെ മുകളിലോട്ടാണ് ഞങ്ങൾ ഇരുന്നത്. തൊട്ടടുത്തിരുന്നവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടോ? ബൈക്കിൽ ഇരുന്നവർക്ക് കുറച്ച് ഫ്രാക്ചറുകളുണ്ട്. കുറച്ച് മയക്കത്തിലൊക്കെ ആയിരുന്ന ആൾക്കാരായിരിക്കണം. എത്ര മണിയോടെ ഇവിടെ എത്തേണ്ട ബസ്സായിരുന്നു ഇത്? അവിടെ കൊല്ലത്ത് 8 മണിക്ക് എത്തേണ്ടതാണ്. 7:30 8 മണിക്ക് എത്തേണ്ട വണ്ടി. ഇറങ്ങേണ്ടവരായിരുന്നു? അതെ അതെ. എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നിരവധി പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ബസ് ഇവിടെ നിന്നും ക്രെയിൻ ഉപയോഗിച്ച് പൊക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും വലിയൊരു അപകടം. ബസ് ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് പൊന്തിക്കുകയാണ്. നേരത്തെ സിഗ്നൽ പൂർണ്ണമായും റോഡിലേക്ക് പതിച്ചിരുന്നു. അതെല്ലാം ക്രെയിൻ ഉപയോഗിച്ച് പൊന്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബസ് പൂർണ്ണമായും ക്രെയിൻ ഉപയോഗിച്ച് പൊന്തിച്ചിരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള അപകടമാണ് ഇന്ന് രാവിലെ മാങ്ങര ജംഗ്ഷൻ കൊല്ലത്തേക്ക് എത്തേണ്ട ഭൂരിഭാഗം യാത്രക്കാരോടാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. അവരൊക്കെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവരാണ്. ഈ ബസ് മറിഞ്ഞ ഭാഗത്ത് തന്നെ ഇരുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. ഈ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയും മാത്രമല്ല പുറത്തേക്ക് ഇറങ്ങാനുള്ള എല്ലാ വഴികളും നോക്കി തുടർന്ന് ഒരു ഭാഗത്തെ ഡോർ തുറന്നിടുകയായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ ഉള്ളിലുള്ള യാത്രക്കാരൊക്കെ തന്നെ പുറത്തിറങ്ങിയത്. എന്തായാലും ഇപ്പോൾ ഈ ബൈക്ക് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ ബസ്സിനടിയിൽപ്പെട്ട ബൈക്കാണ് ഇപ്പോൾ പോലീസുകാർ മാറ്റുന്നത്. എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ബസ് പൂർണ്ണമായും ഈ ബൈക്കിൻ്റെ മുകളിലേക്കാണ് വീണത്. ഈ ബൈക്ക് യാത്രക്കാരനെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇയാളുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വ്യക്തമായ നമുക്ക് വ്യക്തത വരാനുണ്ട്. എന്തായാലും ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല ബസ്സിലെ യാത്രക്കാരെല്ലാം തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബസ് പൂർണ്ണമായി ബസ്സിൻ്റെ ഭൂരിഭാഗവും തകർന്ന നിലയിലാണ് എന്തായാലും നമ്മൾ കാണുന്നത്. അതുപോലെ ബൈക്ക്, ഈ ബസ്സിനടിയിൽപ്പെട്ട ബൈക്കും ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് ഇന്ന് മാളവര ജംഗ്ഷനിൽ ഇത്തരത്തിൽ സിഗ്നലിലാണ്, ഈ മാളവര ജംഗ്ഷനിലെ സിഗ്നലിലാണ് ഈ ഒരു അപകടം ഉണ്ടായത്. ഈ സിഗ്നലിൽ നിന്നും വളഞ്ഞ് പോകുന്നതിനിടെയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായിരിക്കുന്നത്. യൂട്ടേൺ എടുക്കുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, യൂട്ടേൺ എടുക്കുമ്പോൾ സ്വാഭാവികമായും പതുക്കെയാണ് വണ്ടി ഓടിക്കുക, അല്ലെങ്കിൽ തിരിക്കാനുള്ള ശ്രമമായിരിക്കുമല്ലോ. അപ്പോൾ പതുക്കെയാണ് എടുക്കുക. ഇവിടെ ഈ അപകടം സംഭവിച്ചത് എങ്ങനെയാണ്? അതിനെക്കുറിച്ചൊരു വ്യക്തത വന്നിട്ടുണ്ടോ? അതോ വേഗതയിൽ തന്നെ യൂട്ടേൺ എടുക്കാൻ ശ്രമിക്കുകയായിരുന്നോ ബസ്? എന്താണ് സംഭവിച്ചത്?
മനു, ഈ വേഗതയെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ വിവരം ലഭിക്കാറുണ്ട്. എന്തായാലും ഈ സിഗ്നലിൽ ബസ് ഇടിച്ചാണ് ഇത്തരത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നമ്മൾ വന്ന സമയത്തുണ്ടായിരുന്നത് ഈ സിഗ്നൽ പൂർണ്ണമായും റോഡിലേക്ക് പതിച്ച നിലയിലായിരുന്നു. അതായത് ഈ യു ടേൺ എടുക്കാൻ ശ്രമിച്ച ബസ് സിഗ്നലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അങ്ങനെയാണോ ഈ അപകടം ഉണ്ടായത്? അതായത് യു ടേൺ എടുക്കുമ്പോൾ സിഗ്നലിൽ ഇടിച്ചാണ്. അങ്ങനെയാണ് മനു നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത്. ഇത് വേഗതയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തായാലും വരാനുണ്ട്. നിലവിൽ നമുക്ക് വ്യക്തമാകുന്നത് ഈ സിഗ്നലിൽ നിന്ന് യു ടേൺ എടുക്കുന്നതിനിടെ ഈ സിഗ്നലിൽ ഇടിച്ച് ബസ് മറിയുകയായിരുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇതിനിടയിൽ തന്നെ ഈ ബസ്സിനിടയിൽ തന്നെ ഒരു ബൈക്കും ഉണ്ടായിരുന്നു. ആ ബൈക്കിന് മുകളിലേക്കാണ് ഈ ബസ് പതിച്ചത്. മാത്രമല്ല ഈ ബസ്സിന് സൈഡിൽ ഇരുന്നവർക്കെല്ലാം ചെറിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട യാത്രക്കാർ നമ്മളോട് സംസാരിക്കുകയുണ്ടായി. ഇവർക്കൊക്കെ കൊല്ലത്തേക്ക് എത്തേണ്ടവരാണ്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ബംഗളൂരുവിൽ നിന്ന് കൊല്ലത്തേക്ക് വന്ന ബസ്സാണെന്നാണ്. ഈ ബസ് യാത്രക്കാർ പറയുന്നത് എന്താണ് വണ്ടിയുടെ വരവിനെ കുറിച്ച്? അവർ എന്തെങ്കിലും പറഞ്ഞോ? ഈ നമ്മളിപ്പോൾ സംസാരിച്ച ഭൂരിഭാഗം യാത്രക്കാരും ഈ രാവിലെയാണ് ഈ ബസ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ മയക്കത്തിൻ്റെ ഒരു ക്ഷീണത്തിലൊക്കെ തന്നെയായിരുന്നു. ഇവർ അമിത സ്പീഡ് ഉണ്ടായിരുന്ന കാര്യം നമ്മളോട് വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ഇത്തരത്തിൽ ശക്തമായ മഴ ഉണ്ടായിരുന്നു എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഈ മഴ കാരണം ഇത്തരത്തിൽ തെന്നുന്നൊരു രീതിയിലേക്ക് സാഹചര്യം മാറിയോ എന്നൊക്കെ നമുക്ക് എന്തായാലും വ്യക്തത വരാനുണ്ട്. എന്തായാലും അമിതമായ സ്പീഡ് ഉണ്ടെന്ന് നിലവിൽ വ്യക്തമായിട്ടില്ല. അത്തരം കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഈ യു ടേൺ എടുക്കുന്ന സമയത്ത് സിഗ്നലിൽ തട്ടിയാണ് ബസ് മറിഞ്ഞതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള അപകടമാണ് ഇന്ന് രാവിലെ. ഈ മാടവന എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ തിരക്കേറിയ ഒരു ട്രാഫിക് ജംഗ്ഷൻ കൂടിയാണ്. സാധാരണ രീതിയിൽ ഒരുപാട് വാഹനങ്ങളൊക്കെ ഉണ്ടാകാറുള്ള ഒരു സ്ഥലം കൂടിയാണ്. എനിക്ക് തോന്നുന്നു ആ രീതിക്ക് നോക്കുകയാണെങ്കിൽ ഒരു വലിയ ദുരന്തമാണ് ഇങ്ങനെ ഒഴിവായി പോയത്. തീർച്ചയായും മനു, തൊട്ടടുത്ത ഈ ദൃക്സാക്ഷികൾ നമ്മളോട് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ പലപ്പോഴും അപകടം ഉണ്ടാകാറുണ്ടെന്നാണ്. അദ്ദേഹത്തെ നമ്മളോട് നേരത്തെ വ്യക്തമാക്കിയതും അത് തന്നെയാണ്. അത്തരത്തിൽ അപകടം ഉണ്ടാകുന്നൊരു സ്ഥിരം സ്ഥലമായി മാറുകയാണോ മാടവര ജംഗ്ഷൻ എന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ വരാനുണ്ട്. നിലവിൽ ഇത്തരത്തിൽ ഒരു ശക്തമായ മഴ രാവിലെ ഉണ്ടായിരുന്നു. ഈ മഴയെ തുടർന്നാണ് ഇത്തരത്തിലുള്ള അപകടം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഈ സിഗ്നലിൽ ബസ് യു ടേൺ എടുക്കുന്നതിനിടെ സിഗ്നലിൽ തട്ടിയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായതെന്നാണ്.